ശരീരമല്ല നന്നാവുന്നതും ചീത്തയാവുന്നതും, നന്നാവുന്നതും ചീത്തയാവുന്നതും മനസ്സാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതും മനസ്സാണ്, നരകത്തിലേക്ക് പോകുന്നതും മനസ്സാണ്. ആണോ അല്ലയോ? നമ്മളൊരു വീടെടുക്കുമ്പോൾ നമ്മൾ തന്നെ പറയും, ഓ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. ചിലർ വീടിന് പേര് എഴുതും സ്വർഗം എന്നൊക്കെ. അതേ വീട്ടിലിരുന്ന് നമ്മൾ തന്നെ പാടും നരകത്തിൽ നിന്നും. അത് മിക്കവാറും ആ ഹസ്ബൻഡ് കയറി വരുന്ന സമയത്താവും പാടുക. അപ്പൊ ഉറപ്പാണ് ഇതിനെ ആരാണ് നരകാക്കി തീർക്കുന്നത് എന്നുള്ളത്. നോക്കൂ നിങ്ങള്. അപ്പൊ ഒരേ വീട്ടിൽ നമുക്ക് സ്വർഗാക്കാനും സാധിക്കും. ആരാ നരകമാക്കുന്നത്? നാട്ടുകാരോ നമ്മളോ? നമ്മൾ തന്നെ അല്ലേ? ബഹളം വെച്ചിട്ടും കപില ഭഗവാൻ പറയുന്നുണ്ട് അത്രൈവ നരകം എന്നാണ്, അത്രൈവ സ്വർഗം നരകം എന്നാണ്. ഇവിടെ തന്നെയാണ് നരകവും സ്വർഗവും. ഇനി വിചാരിക്കേണ്ട നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഒരു സ്വർഗമൊക്കെ ഉണ്ട്, അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുമെന്ന്. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞോളാം. മനസ്സെന്ന് പറയുന്നതാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഇന്ന് മനസ്സെന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞു, അക്യുമുലേറ്റഡ് കൾച്ചർ എന്ന് പറഞ്ഞു. നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലവിധത്തിലുള്ള സംസ്കാരങ്ങൾ ചേർന്ന ചിന്തകളെയാണ് മനസ്സെന്ന് പറയുന്നത്. സ്ഥൂല ശരീരത്തിലൂടെ പ്രകടമാവുന്നത് മാത്രമാണ് ഇത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ചിന്തകൾ. നല്ലവണ്ണം ഗ്രഹിച്ചുകൊള്ളണം നമ്മൾ. അപ്പൊ ഈ ചിന്തകൾ എവിടെ നിന്ന് വന്നു? ഭഗവാൻ പറയുന്നു ഈ ചിന്തകളുടെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യം തന്നെയാണ്. എങ്ങനെ മനസ്സിലായി? ശരീരമുള്ളത് കൊണ്ടായിരുന്നു ചിന്തകളെങ്കിൽ മരിച്ച ശരീരത്തിന്റെ കൂടെയും എന്തുണ്ടാവണം? ചിന്തകൾ ഉണ്ടാവണം. എന്നാൽ ചിന്തകൾ ശരീരത്തിന്റെ കൂടെ അല്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉറക്കത്തിൽ തന്നെ നമുക്കറിയാം, ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ കൂടെ അല്ല ചിന്തകൾ. ആണോ? ആണോ അല്ലയോ? അപ്പൊ ഉറക്കത്തിൽ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു? ചിന്തകൾ എന്തുകൊണ്ട് നിലനിൽക്കണു? തീർച്ചയായിട്ടും ഈ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ചിന്തകൾ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നത്. മരിച്ച ശരീരത്തിൽ ആരും ചിന്തകളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഉണ്ടോ? അപ്പോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിൽ നിന്നാണ് ശരിക്കും എന്ത് വന്നിരിക്കുന്നത്? ഈ ചിന്തകൾ എന്ന് പറയുന്ന മനസ്സ് വന്നിരിക്കുന്നത്. ഇതിനെ നിലനിർത്തുന്നതും ചൈതന്യമാണ്. ഇത് തിരിച്ചു വരേണ്ടതും ചൈതന്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും? എന്തുകൊണ്ട് അത് ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോയി? എന്തുകൊണ്ട് അത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള 100 ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഏതായാലും ബേസിക് ആയിട്ടുള്ള കാര്യം ഇത് നമ്മൾ ഉറപ്പിച്ചു വെക്കണം. എന്ത് ഏതിൽ നിന്ന് വന്നിട്ടുണ്ടോ അത് അതിലേക്ക് തിരിച്ചു പോകും. പ്രകൃതിയിൽ നിന്നും വന്നത് പ്രകൃതിയിലേക്ക് പോകണം, ചൈതന്യത്തിൽ നിന്നും വന്നത്. ഇനി നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് കൂടി ക്ലിയറായ നമുക്ക് ക്ലിയറായി. ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്നത് ഏതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്? പൊതുവെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തിലാണല്ലോ ഈശ്വരനെ കാണുന്നത്. ആണോ അല്ലയോ? നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹം തന്നെയാണ്. അതാണല്ലോ നമ്മൾ കുട്ടിക്കാലം പറഞ്ഞ് ഉറപ്പിക്കുന്നത്. എന്ത്? ഈശ്വരൻ എന്ന് പറയുന്നത് അമ്പലത്തിലാണ്, 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 അമ്പലത്തിലാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് സംശയമാണ്, അമ്പലത്തിലാണോ പൂജാമുറിയിലാണോ? എവിടെയായാലും സംശയം എപ്പോഴും ഹിന്ദുക്കൾക്കേ ഉള്ളൂ. കാരണം ഒരുപാട് ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് സംശയം മറ്റുള്ളവർക്ക് അത്ര ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം പണ്ടൊരു കുട്ടി ഉത്തരം പറഞ്ഞത്. ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ ചോദിച്ചു അത്ര ഈ ദൈവം ഇരിക്കണോ, എവിടെ ഇരിക്കണോന്ന്. അപ്പോഴാണ് കുട്ടി വ്യക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ദൈവം ഇരിക്കുന്നത് ബാത്റൂമിലാണെന്ന്. കുട്ടിയുടെ എക്സ്പീരിയൻസിൽ ശരിയാണ്, ബാത്റൂമിലാണ് ദൈവം ഇരിക്കുന്നത് എന്നുള്ളത്. ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അതെങ്ങനെ നിങ്ങളുടെ ബാത്റൂമിലെന്ന്? കുട്ടി പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് നോക്കാൻ പറയാൻ പറ്റുന്നത്. അമ്മ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ്. അച്ഛൻ അപ്പോഴേക്കും പോവാനുള്ള ധൃതിയായിട്ടുണ്ടാവും. അപ്പൊ അച്ഛൻ ബാത്റൂമിന്റെ ഡോറിൽ മുറുകെ തട്ടിക്കൊണ്ട് ഉറക്കെ പറയത്ര, ഈശ്വരാ നീ ഒന്ന് വേഗം പുറത്തു വന്ന്. അപ്പൊ പുറത്ത് തട്ടുമ്പോ കുട്ടി അന്ന് മനസ്സിലാക്കി വെച്ചു ഈശ്വരൻ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് ഇതിന്റെ അകത്താണ്. പൊതുവെ പറയുന്ന ഒരു ഇതല്ലത്. ശരി നീ ഒന്ന് പുറത്ത് വേഗം വാ എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയി. ഇതുപോലെ നമ്മൾ ഈശ്വരൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത വേണം. ഗീതയില് 10-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം ഭഗവാൻ ഈശ്വരനെ നിർവചിക്കുന്നുണ്ട്. ഭഗവാൻ പറയാണ്, ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയാണ്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതാം അഹമാദ്യം ച മദ്യം ച ഭൂതാനാമന്തമേവ ച അഹം ആത്മാ ഗുഡാകേശ. ഹേ ഗുഡാകേശ അർജുന, അഹം ആത്മാ. ഞാൻ എവിടെ ഇരിക്കുന്നു? ആത്മാവായി സർവഭൂതാശയസ്ഥിത. ഞാൻ വിഗ്രഹത്തിൽ ഇരിക്കണോ എന്നല്ല പറഞ്ഞത്. എവിടെ ഇരിക്കണോ? എല്ലാവരിലും നിറഞ്ഞിരിക്കണോ.
എല്ലാവരുടെ മനസ്സിലിരിക്കുന്നു എന്നല്ല പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തങ്ങൾ കേട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നു ഈശ്വരൻ. ഞാൻ ആദ്യം, അഹമദ്യം അഹമന്തം. ആദ്യവും ഞാനാണുള്ളത്, മദ്യത്തിലും, മദ്യം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത മദ്യല്ലേ, മദ്യം എന്ന് പറഞ്ഞാൽ മിഡിലും ഞാനാണുള്ളത്. അന്തമേവച്ച ഭൂതാനാം അന്തം. അതായത് മനസ്സ് ഉണരുന്നതിന് മുമ്പും മനസ്സ് ഉണർന്നിരിക്കുമ്പോഴും മനസ്സ് എത്തിച്ചേരേണ്ടതും എവിടെയാണ്? എന്നിലാണ്. ഇത് ഗീതയിൽ ഭഗവാൻ പറയുന്നു. ഇനി ഭാഗവതത്തിലാണെങ്കിൽ അവിടെയും പറയും. ഭാഗവതത്തിൽ ഭഗവാനെ നിർവചിക്കുന്ന സമയത്ത് പറയും, പഞ്ചമസ്കന്ധത്തിൽ പറയും, ക്ഷേത്രജ്ഞ ആത്മാ പുരുഷ പുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജ പരേശ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായാത്മന്യവതീയമാന. ക്ഷേത്രജ്ഞനായി, ആത്മാവായി, സ്വയം ജ്യോതിയായി നാരായണോ ഭഗവാൻ വാസുദേവ, നാരായണനായും വാസുദേവനായും ഇരിക്കുന്ന ഭഗവാൻ എവിടെ ഇരിക്കുന്നു? എല്ലാവരുടെയും ആത്മാവായി, സ്വയം ജ്യോതിയായി, ചൈതന്യമായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ഈ ഒരു വ്യക്തത, നമ്മളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ജീവനാകുന്ന ശക്തി, ഭഗവാൻ പറയുന്നു അത് ഈശ്വര ശക്തി തന്നെയാണ്. ഇന്ന് നമ്മളോട് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ നാം ഈശ്വരന് കൽപ്പിച്ചിരിക്കുന്ന ശക്തിയൊന്നും എവിടെ ഇല്ല? നമ്മളിലിരിക്കുന്ന ജീവനില്ല. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ശരിക്കും ഈശ്വരന്റെ ശക്തി നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാവുമായിരുന്നു ഈശ്വരൻ എവിടെ ഇരിക്കണോ? നമ്മളിരിക്കണോ. ഇന്ന് നമ്മളോട് അത് പറഞ്ഞാലും നമുക്കത് ബോധ്യമാവാത്തതിന് കാരണം ജീവന് അത്രയൊന്നും ശക്തി ഇല്ല. അതിനെന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് ആത്മാവിന്റെ കുഴപ്പമല്ലത്, നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ കുഴപ്പമല്ലത്. ഈശ്വര ചൈതന്യം, ഈശ്വര ശക്തി നമുക്ക് അനുഭവിക്കണമെങ്കിൽ അതിനുള്ള ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, ചിന്തകളാണ്. അപ്പൊ ആ ചിന്തകൾ എത്ര കണ്ട് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നു അപ്പോഴേ നമുക്ക് ഏതറിയുള്ളൂ. അപ്പൊ നോക്കൂ, നിങ്ങൾ വെളിച്ചത്തിലിരിക്കുമ്പോഴേ നിങ്ങൾക്ക് വെളിച്ചത്തെ കുറിച്ച് അറിയുള്ളൂ. ആണോ? ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം കാണാത്ത ഒരാൾ പറയാണ്, ഞാൻ വെളിച്ചം കാണാത്തോണ്ട് വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അന്ധനായിരിക്കുന്ന ഒരാൾ പറയാം, ഞാൻ വെളിച്ചം കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പൊ വെളിച്ചമുണ്ട്, പക്ഷെ അയാൾക്ക് അത് അനുഭവിക്കാനുള്ള ഉപകരണമില്ല. ഇതുപോലെ ഈശ്വര ചൈതന്യമുണ്ട്, അനുഭവിക്കാനുള്ള ഉപകരണം അതേത് ഉപകരണമാണ്? നമ്മുടെ ചിന്തകളാണ്, മനസ്സ് തന്നെയാണ്. അപ്പൊ ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കാത്തോടത്തോളം കാലം ഒരിക്കലും ഈശ്വരനെ നമുക്ക് അനുഭവിക്കാൻ സാധ്യത. അപ്പൊ ഏത് മനസ്സാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? അവിടെയാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്, അനന്യഭക്തി വളർത്തിയെടുക്കുന്നവർക്ക് സാധിക്കും. ആർക്ക് സാധിക്കും? ഭക്തി എന്ന് മാത്രമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അനന്യഭക്തി വളർത്തിയെടുക്കുന്നവർക്ക് എന്നെ കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കും. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിൽ ഇത് പറയും, ഭക്ത്യാ ത്വനന്യ തു അനന്യ. ഏത് ഭക്തിയാ പറയുന്നത്? ആ ശ്രദ്ധിക്കുകയോ നിങ്ങൾ പറയുന്നത്? ഭക്ത്യാ ത്വനന്യയാ ശക്യ. അവർക്ക് സാധിക്കും. അഹമേവം വിദുർജുന. എന്നെ അനന്യമായ ഭക്തിയുള്ളവർക്ക് ശക്യം, സാധ്യമാണ്. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ജ്ഞാതും എന്നെ അറിയാൻ സാധിക്കും, ദ്രഷ്ടും എന്നെ കാണാൻ സാധിക്കും, പ്രവേഷ്ടും എന്നിലേക്ക് പ്രവേശിക്കാൻ ആർക്ക് സാധിക്കും? അനന്യഭക്തിയുള്ളവർക്ക് സാധിക്കും. അപ്പം നമ്മുടെ മനസ്സിന് ഇന്ന് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കാത്തതിന് കാരണം നാം ഏത് ഭക്തി വളർത്തിയെടുക്കുന്നില്ല? അനന്യഭക്തി. ഗീതയിൽ ആവർത്തിക്കുന്നൊരു വാക്കാണ്, അനന്യാശ്ചിന്തയന്തോ മാം യേചനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നെ ചിന്തിക്കണം. ഏത് വിധത്തിൽ ചിന്തിക്കണം? അനന്യാശ്ചിന്തയന്തോ. അനന്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാനിൽ നിന്നും അന്യനല്ല. വളരെ ശ്രദ്ധിക്കും. നമ്മൾ ആ തത്വമസി എന്നുള്ള പ്രയോഗം നീക്കപ്പം മനസ്സിലാവും. അപ്പൊ തത്വമസി എന്ന് ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് അത്രേ അതിനർത്ഥം? നമ്മൾ ഭഗവാനെ ചെന്ന് തൊഴുന്ന സമയത്ത് ഈ തൊഴുന്നതൊക്കെ മനസ്സാണ്. ആണോ? അല്ലയോ? അപ്പൊ നമ്മുടെ മനസ്സാണ് തൊഴുന്നത്. ആരെയാണ് തൊഴുന്നത്? ഭഗവാനെ. ഏത് ഭഗവാനെ തൊഴുന്നു? ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സ് പോലും വന്നിരിക്കുന്നത് എന്നിൽ നിന്നാണ്. ഇനി നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഞാനും നിങ്ങളും, ഞാൻ എന്ന് പറയുന്നത്, ഞാനെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്നതൊക്കെ മനസ്സ് ഉണർന്നു വന്നതിന് ശേഷമാണോ? ആണോ അല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഞാനെന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
If your mind is not awakened, you cannot say I. Only when your mind awake, then only you can say I. ഞാൻ വരുന്നു, ഞാൻ പോകുന്നു, എനിക്ക് അവിടെ പോകണം എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ആരുണരണം? അപ്പൊ ഈ ഞാൻ എവിടെ ഇരിക്കണോ? മനസ്സിലാണോ ഇരിക്കുന്നത്? മനസ്സിലായില്ലേ? ഒന്നുകൂടി വ്യക്തമാവോ? മനസ്സ് ഉണരുന്ന സമയത്താണ് ഞാൻ ഉണരുന്നത്. സോ ദ ഐ ബിലോങ്സ് ടു ദ മൈൻഡ്. ക്ലിയർ ആണോ? ഒന്നുകൂടി വ്യക്തമാക്കാം. ശ്രദ്ധിക്കും നിങ്ങൾ. ഉറക്കത്തിൽ നിങ്ങൾ ഞാനെന്ന് പറയൂ, ഉണർന്നതിന് ശേഷമാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഞാനെന്ന് പറയുന്നതും ഒരു ചിന്തയാണ്. എപ്പോ ചിന്ത കെട്ടടങ്ങിയോ ഞാനില്ല. പക്ഷേ ഈ ഞാനെന്ന് പറയുന്ന ചിന്തയ്ക്കും മറ്റുള്ള ചിന്തകൾക്കും എല്ലാം ഉണർന്നു വരണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ. ഉറങ്ങിക്കിടക്കുമ്പോഴും ഉള്ളിൽ ആരുണ്ട്? ഉണ്ടോ? അപ്പൊ ശരിക്കും മനസ്സിലാണോ ഭഗവാൻ, അതോ മനസ്സിരിക്കുന്നത് ഭഗവാനിലാണോ? വ്യത്യാസം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ത്വം എന്ന് പറയുന്ന ഞാൻ തത് എന്ന് പറയുന്ന തത്വത്തിലാണ് ഇരിക്കുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളോട് പറയാണ്, നീ എന്നിലാണ് ഇരിക്കുന്നതെന്ന ബോധത്തിൽ ജീവിക്കും. ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇതിനെയാണ് അനന്യബോധം എന്ന് പറയുക. രാമായണം വെറുതെ കേട്ടിട്ട് പോകരുത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് മാറ്റം വരണം, നമുക്ക് മനസ്സിലൊരു ധൈര്യം വരണം, നമുക്ക് നല്ല ബോധം വരണം. ഈ ജീവിതം എന്ന് പറയുന്നത് മനസ്സ് ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അനുഭവങ്ങളാണ്. ഒരു ദിവസം ഈ ശരീരത്തെ വിടും, ഈ ചിന്തകൾ വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ മരണം എന്നൊക്കെ പറയുന്നത് ഇവിടെ എന്ത് മാറലാണ്? ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വസ്ത്രം മാറലാണ്. ഇവിടെ ഓരോ ദിവസവും നമ്മുടെ വസ്ത്രം മാറിക്കൊണ്ടിരിക്കണം. കുളിച്ചിട്ട് മാറുന്ന വസ്ത്രമല്ല ഞാൻ പറയുന്നത്. പ്രായം കൊണ്ട് മാറുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ശരീരം എന്നും ഒരുപോലെയാണോ ഇരിക്കുന്നത്? നിങ്ങൾ ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഭഗവാൻ അതൊന്നും സമ്മതിച്ചു തരില്ല. ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു പരിധിയിലൊക്കെ ചിലരൊക്കെ മസിൽ പിടിച്ച് നോക്കുന്നുണ്ട് എത്രത്തോളം പറ്റുന്നുള്ളത്. എന്നാലും കാലം അതിൻ്റെ രീതിയിൽ ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രായം കൂടുന്തോറും പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം. എന്ത് ക്ലിയർ ആയിട്ട് നിനക്കറിയാം. വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം ബോധമുണ്ട്. അവൻ പണ്ടത്തെ പോലെ ഒന്നും ഫലിക്കില്ല. കുറെ കഴിഞ്ഞൊരു വില ഉണ്ടാവില്ല. ഒരിക്കലൊരു IAS ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹത്തിന് IAS ആയപ്പം ഭയങ്കര ഒരു ഗമ കൂടി. ഞാനൊരു IAS ആണെന്ന്. ഭാര്യ ചോദിക്കും, അല്ല ചേട്ടാന്നൊന്ന് വിളിച്ചു പോരുത്, സാറെന്നല്ലാതെ മേലെ എന്നെ അങ്ങനെ ഒന്ന് വിളിച്ചു പോരുത്, പബ്ലിക്കായിട്ട് എന്നെ ഒന്ന് അങ്ങനെ വിളിച്ചു പോരുത്. ഇങ്ങനെ ഇദ്ദേഹം ഭാര്യയെ ഭയങ്കരമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഭർത്താവിനെ സാറിന് വിളിക്കണമെങ്കിൽ എന്തൊരു തൊലിക്കട്ടി. അപ്പോ എന്ത് കാര്യം വേണമെങ്കിലും ഭാര്യ ചോദിച്ചാൽ പറയും, എൻ്റെ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് വാന്ന്, അല്ല എനിക്കൊരു സെക്രട്ടറിയോട് ചോദിച്ചിട്ട് വാന്ന്. ഭാര്യ മനസ്സിൽ വെച്ചു, ഒരിക്കൽ നിങ്ങൾ റിട്ടയർ ചെയ്താൽ കാണിച്ചു തരാം ഞാൻ, അന്ന് എൻ്റെ കൈ കിട്ടുമല്ലോ, അന്ന് നിങ്ങളുടെ ഐ കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ആസാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് കല്യാണി എന്നല്ല അന്ന് അത് തീരുമാനിച്ചു ഭാര്യ. ഒരു ദിവസം പോവുമല്ലോ ഈ ആയി, അങ്ങനെയൊക്കെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്ത് കുറെ കാലം കഴിഞ്ഞ് ഇയാൾ റിട്ടയർ ചെയ്ത്. കോട്ടത്തില്ലേ ഭാര്യ അന്ന് മുതല്, ഉപ്പ് വാങ്ങിച്ചോണ്ടോ, അല്ല എന്താ നീ വാങ്ങിച്ചു കൊണ്ടുവരാൻ ചോറ് വേണമെങ്കിൽ മേടിച്ചു കൊണ്ടുവന്ന് പറയും, തക്കാളി മേടിച്ചോണ്ടാ. കൊടുക്കില്ലേ മനുഷ്യന് സ്വൈരം എന്ന് പറയുന്നത്. അല്ല നീ മിണ്ടി പോരുത്, വാങ്ങിച്ചു കൊണ്ടുവരുക വേണം. അല്ല എവിടെയാച്ചാ പോയി താമസിച്ചോളൂ, എൻ്റെ കൂടെ എന്തിനു താമസിക്കണം, അല്ല നീ എൻ്റെ ഭാര്യ ഒന്നല്ല വേണമെങ്കിൽ പോയിക്കോളൂ. അങ്ങനെ കൊടുത്തു പാവം ഇദ്ദേഹത്തിന് പിന്നെ ഇല്ല. സൂപ്പർമാൻ ആയിരുന്ന മനുഷ്യനൊക്കെ കൂടി ഇപ്പൊ ഡോബർമാനെ പോലെ. അത് അങ്ങനെയൊക്കെ അവസ്ഥ വന്നപ്പോ ഒരു ദിവസം ഉണ്ടല്ലോ, വീട്ടിലൊരു യാചകൻ വന്നു. യാചകൻ വന്നിട്ട്, ഈ അമ്മയാണെങ്കിൽ നല്ല സ്ത്രീയാണ്, എന്തോ കഴിക്കാൻ ഇഡ്ഡലിയൊക്കെ കൊടുത്ത ആൾക്ക്. ആ ഇഡ്ഡലി കിട്ടിയതും യാചകൻ 4 ചീത്ത ഈ അമ്മയെ നോക്കിക്കൊണ്ട്, ഇങ്ങനെയാണോ ഇഡ്ഡലി, ഇതാണോ ഇഡ്ഡലി ഉണ്ടാക്കുക, കല്ല് പോലെ ഇരിക്കണം, നിങ്ങളുടെ മനസ്സും ഇഡ്ഡലി ഒരുപോലെയാണല്ലോ, എന്ത് വൃത്തി, ഇത് ഇന്നലത്തെ ഇഡ്ഡലിയാണോ ഇന്നത്തെ ഇഡ്ഡലിയാണോ, ആ ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ തന്നെ എനിക്ക് തന്നിരിക്കണം, ഞങ്ങൾ പാവങ്ങളാച്ചോ എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുണ്ടോ, ഇങ്ങനെയുണ്ടോ വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ഒരുപാട് ചീത്ത. അടുത്ത വീട്ടുകാരൊക്കെ കേൾക്കുന്ന വിധത്തിൽ ഉറക്കെ വിളിച്ചു പറയാണ് ഇയാൾ ചീത്ത. അപ്പൊ അടുത്ത വീട്ടിലൊരു അങ്കിൾ ഓടി വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചീത്ത പറയണത് എന്തൊരു മോശമാണത്, എല്ലാവരും കേൾക്കില്ല, അതൊരു യാചകൻ ചീത്ത പറയണത്, ഒന്ന് പോയി നിർത്താൻ പറയൂ. ഉടനെ ഇദ്ദേഹം അയാളോട് പറയാണ്, ഞാൻ പറയിപ്പിക്കുകയാണ് 100 രൂപ കൊടുത്തിട്ടെന്ന്, അവളെ ഒതുക്കാൻ അതേ വഴിയുള്ളൂ എന്ന്. അല്ല കുറച്ച് ദിവസമായി അവൾ എന്നെ ഒതുക്കാൻ നോക്കിയിട്ട്, ഇനിയിപ്പോ വേറെ വഴിയൊന്നും എനിക്ക് ഒതുക്കാൻ. അപ്പൊ യാചകന് 100 രൂപ കൊടുത്തിരിക്കുകയാണേ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ. ഇങ്ങനെ അവസ്ഥ ഉള്ള ആളുകളും ഉണ്ട് ലോകത്തില്. അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കൂ,
ഇതൊക്കെ മനസ്സിലായാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. സോ ലൈഫ് ബിക്കം സോ സ്മൂത്ത്. വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലൈഫ്. Life is the manifestation of the mind. From where the mind has come from its own origin. That is nothing but, ഭഗവാൻ പറയുന്നു, ഞാൻ തന്നെയാണ് അതിന്റെ ഒറിജിൻ.